ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 5 വിരാട് പുരുഷോത്പത്തി. വിരാട് രൂപത്തിൻ്റെ ഉത്പത്തിയാണ് ഈ ദശകത്തിൻ്റെ മർമ്മഭാഗം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതൗ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുച്ഛ തഥാമൃതം ച സമഭൂന്നാഹ്നോ ന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാം. കാലകർമ്മഗുണാച്ഛ ജീവനിവഹാ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷീ ത്വയി തഥാ നിർലീനതാമായയൂ. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാതിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവാം. ഏവം ജദ്വിപരാർത്ഥകാലവിഗതാവീക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. മായാതഃ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോऽപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. മായാസന്നിഹിതോऽപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ. ഭേദൈസ്താം പ്രതിബിംബദോ വിവിശിവാൻ ജീവോऽപി നൈവാപരാ. കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോതിതാ ച സ്വയം. മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോऽസൗ മഹാനുച്യത്തെ. തത്രാസൗ ത്രിഗുണാത്മകോऽപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം. ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമിത്യുദ്ബോധനിഷ്പാദകഃ. ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖല്വസൗ. സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. സോഹം ച ത്രിഗുണക്രമാത് ത്രിവിധതാമാസാദ്യ വൈകാരികോ. ഭൂയസ്തൈജസതാമസാ വിധിഭവന്നാദ്യേന സത്വാത്മനാം. ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാദാർക്കപശ്യശ്വിനോ. വഹ്നീന്ദ്രച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതമിള ചിത്താഖ്യവൃത്യന്വിതം. തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത്. ജാതസ്തൈജസദോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനാ. തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനി ത്വദ്ബലാത്. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം. തസ്മാദ്ധ്രുവമതോ മഹോധചരസം തോയം ജഗന്ധം മഹീം. ഏവം മാധവപൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം. ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ്. നോഷേകോർഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈരമീഭിസ്തദാ. ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തത്വാന്യമുന്യാവിശം. ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വൃഥാം. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ. നിർഭിന്ദന്ന കൃധാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം.
സാഹസ്രൈകരപാദമൂർധനിവഹയർനിശേഷജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. നാരായണീയം 5-ാമത്തെ ദശകം. വിരാട് പുരുഷോൽപത്തി. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക് പ്രാകൃതപ്രക്ഷയേ. മായായാം ഗുണസാമ്യരുത്ഥവികൃതോ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂന്നാന്യോ ന രാത്രേ സ്ഥിതി. തത്രൈകസ്ത്വമശിഷ്യഥാഖില പരാനന്ദപ്രകാശാത്മനാ. വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഈ 5-ാം ദശകത്തിൻ്റെ പ്രതിപാദ്യം. പണ്ടുണ്ടായ മഹാപ്രളയത്തിൽ സർവവും ഗുരുവായൂരപ്പ അങ്ങയിൽ ലയിച്ചല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. ആ സമയത്ത് ഗുണസാമ്യരുത്ഥവികൃതി, ഗുണങ്ങളായ സത്വരജസ്തമസ്സുകൾ ഒരേ അളവിൽ വരുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ സംഭവിക്കുമ്പോൾ മായയ്ക്ക് പിന്നെ അവിടെ ഒരു റോളും ഉണ്ടാവില്ലല്ലോ. വ്യക്താവ്യക്തമായ സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം കിഞ്ചിത് ന അഭവത്, ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് മൃത്യുവും അമൃതവും ഉണ്ടായിരുന്നില്ല. സംസാരവും മോക്ഷവും ഇല്ല എന്നർത്ഥം. ന മൃത്യുരാസീദമൃതം ന. രാത്രി പകലുകളോ അതുമില്ല. ന രാത്രിയ ന അന്ന ആസീത്. ദിനരാത്രങ്ങളില്ല എന്ന് പറയുമ്പോൾ കാലഗണനയും ഇല്ല. വായുശൂന്യമായ ആത്മാവിനെ അവലംബിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഏകമായ ബ്രഹ്മം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ബ്രഹ്മമായ അങ്ങ് പരാനന്ദപ്രകാശാത്മന ഏക അശിഷ്യഥാകില. പരമാനന്ദ സ്വരൂപനായും പ്രകാശസ്വരൂപനായും ഒറ്റയ്ക്ക് അവശേഷിച്ചു പോൽ എന്നാണ് ഇവിടെ പറയുന്നത്. കാലകർമ്മഗുണാശ്ച ജീവനിവഹാ വിശ്വഞ്ച കാര്യം വിഭോ. ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയു. തേഷാം നൈവ വദന്ത്യസത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം. നോ ചേത് കിം ഗഗനപ്രസൂനസദൃശാം ഭൂയോ ഭവേത് സംഭവ. ഭഗവാനെ വിഭോ എന്ന് സംബോധന ചെയ്യാനിവിടെ. ഭഗവാൻ സർവവ്യാപിയല്ലേ, അപ്പോഴങ്ങനെയല്ലേ വിളിക്കേണ്ടത്. ആ പ്രളയകാലത്ത് കാലവും സുകൃത ദുഷ്കൃതാദി കർമ്മങ്ങളും സത്വരജസ്തമാദി ഗുണങ്ങളും, ഇത് മാത്രമല്ല ജീവികളുടെ സമൂഹങ്ങളും മായാകാര്യമായ പ്രപഞ്ചവും എല്ലാം അങ്ങയിൽ നിർലീനതാം ആയയു, അങ്ങയിൽ നിശേഷം ലയിച്ചു കിടന്നു. അങ്ങയുടെ അവസ്ഥ എന്താണ്?
ചില്ലീലാതൽപരനായി സ്വസ്വരൂപ ധ്യാനത്തിൽ ലയിച്ച അവസ്ഥയിലുമായിരുന്നല്ലോ. ശക്തികളായി വർത്തിച്ചിരുന്ന കാലം മുതലായവയ്ക്ക് അസത്വം തീരെ ഇല്ലായ്മ ഒട്ട് പറയുന്നുമില്ല. തീരെ ഇല്ലെങ്കിൽ പിന്നീട് ഉണ്ടാവുകയും സാധ്യമല്ല. ആകാശകുസുമം എന്നത് ഇല്ലാത്തതാണ്, അതൊരിക്കലും ഉണ്ടാകുന്നുമില്ല. അതുപോലെയല്ല, ഇതെല്ലാം ഭഗവാനിൽ ലയിച്ചു കിടന്നതുകൊണ്ട് പ്രകടമാകുന്നില്ല എന്ന് മാത്രം. അനുകൂല സാഹചര്യത്തിൽ എല്ലാം പ്രകടമായി വരികയും ചെയ്യും. നല്ല വേനൽക്കാലത്ത് ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ ഒരു നല്ല മഴ കിട്ടിയാൽ എന്തെന്തെല്ലാം തരം തൈകളാണ് മുളച്ചു പൊങ്ങുക. അതിനു മുമ്പ് ഒന്നിനെയും കണ്ടിരുന്നില്ല. ഇവയെല്ലാം സൂക്ഷ്മമായി ബീജാവസ്ഥയിൽ ഭൂമിയിൽ സുഷുപ്താവസ്ഥയിൽ ലയിച്ചു കിടന്നിരുന്നു. നല്ലൊരു മഴ ലഭിച്ചതോടെ എല്ലാം ഉണർന്ന് ഉന്മേഷം പ്രാപിച്ചു. അങ്ങനെ നമുക്ക് കാണായി വരുന്നു. അതുപോലെ ഭഗവാനിൽ ലയിച്ചു കിടക്കുന്ന ഈ സകലതും വേണ്ട സമയത്ത് അനുകൂലമായ സന്ദർഭത്തിൽ എല്ലാം ഉണ്ടായി വരും എന്നാണ് ഇവിടെ ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏവം ചദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാംസി സൃഷ്ടാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയാം. ഇങ്ങനെ 2 പരാർത്ഥ സംവത്സരങ്ങൾ കടന്നുപോയപ്പോൾ ഭഗവാന് തന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മായയാൽ പലവിധമായി ഭവിക്കാനുള്ള ഒരു തോന്നലുണ്ടായി. മായയിലെ ഗുണങ്ങൾ ഭഗവാന്റെ ഈക്ഷണക്രിയയാൽ ക്ഷോഭിച്ചു. ശിശ്രിക്ഷാത്മികാം ഈക്ഷയാൽ ഭുവനത്രയം ആയിത്തീരാൻ മായ സമതയെ ഉപേക്ഷിച്ചു. അതുപോലെ ഒരേ നിലയിൽ നിന്നിരുന്ന മായയ്ക്ക് ആ ഭാവം വിട്ടു. അപ്പോൾ മായയിൽ നിന്ന് കാലശക്തിയും സുഹൃത ദുഷ്കൃത രൂപമായ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നു. ഈശ്വര സൃഷ്ടിക്ക് വേണ്ട ആദ്യമായിട്ടുള്ള കാരണം കാലം, കർമ്മം, സ്വഭാവം എന്ന 3 തത്വങ്ങളാണ്. അതൊക്കെ ഈ മായയുടെ ക്ഷോഭം കൊണ്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോപി നൈവാപര കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ജോദിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജത് യോസോ മഹാനുച്യതേ. മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനാണ് ഭഗവാൻ. മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനുമാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് സാക്ഷി എന്നാണ് കീർത്തിക്കപ്പെടുന്നത്. ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായി വിളങ്ങുന്ന അങ്ങ് തന്നെയാണ് ജീവാത്മാവ്, മറ്റൊരാളുമല്ല. അങ്ങ് തന്നെ ജീവാത്മാവ്. ഇലക്ട്രിസിറ്റി പല പല ഉപകരണങ്ങളിൽ പ്രവേശിച്ചാൽ പലതരത്തിലാണല്ലോ അതാത് യന്ത്രങ്ങൾ പ്രവർത്തിക്കുക. ഫാനിൽ പ്രവേശിച്ചാൽ കാറ്റാവും, ചൂടായും വെളിച്ചമായും തണുപ്പായും ഇങ്ങനെ പലതരത്തിൽ പ്രകടമാകുന്നത് ഒരേ വൈദ്യുതി തന്നെ. സൂര്യൻ്റെ പ്രതിബിംബം എവിടെയൊക്കെ ജലാശയങ്ങളുണ്ടെങ്കിലും അതിലെല്ലാം കാണപ്പെടുന്നു. അതുപോലെ അങ്ങയാൽ പ്രേരിതമായ കാലം, അദൃഷ്ടം, സ്വഭാവം ഇവയാൽ ഉണർത്തപ്പെട്ട് സ്വയം ബുദ്ധിതത്വം അസൃജത്ത്, താനേ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ഈ ബുദ്ധിതത്വം തന്നെയാണ് മഹത്തത്വം എന്നും അറിയപ്പെടുന്നത്. തത്രാസോ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദക
ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസോ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണോ ഭവത്പ്രേരണാത്. ഈ മായാകാര്യങ്ങളിൽ മഹത്വത്വം ത്രിഗുണാത്മകാണെങ്കിലും സത്വഗുണപ്രധാനമായി നിർവികൽപ്പമായ അഹംബോധത്തെ സൃഷ്ടിക്കുന്നു. സത്വഗുണത്തിന് കുറച്ചൊരു മുൻതൂക്കമുള്ളപ്പോഴാണ് അഹന്തത്വത്തെ സൃഷ്ടിക്കുന്നത്. ജീവികളിലെല്ലാം ഞാൻ എന്ന ഒരു തോന്നലുണ്ടാവുമല്ലോ, അതുതന്നെ അഹന്തത്വം. അസോ മഹാൻ വിഷ്ണു ഭവത്പ്രേരണാത്. ഈ മഹത്വത്വം തന്നെ അവിടുത്തെ പ്രേരണയാൽ ത്രിഗുണങ്ങൾ തികഞ്ഞതെങ്കിലും തമോതി ബഹുലം, തമോ ഗുണം കുറച്ച് കൂടുതലാവുമ്പോൾ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിക്കുന്നു. അഹങ്കാരം വികൽപ്പത്തിൻ്റെ ബോധം ഉളവാക്കുന്നതുമാണ്. സോഹം ച ത്രിഗുണക്രമാ ത്രിവിധതാമാസാദ്യ വൈകാരികോ ഭൂയസ്തൈജസ താമസാ വിധിഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാവാതാർക്കപാശ്യശ്വിനോ വന്യീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധിശീരുദ്രശാരീരകാൻ. ഈ അഹങ്കാരതത്വം വികാരത്തെ പ്രാപിച്ചപ്പോൾ 3 വിധമായി തീർന്നു. വൈകാരികം, അതായത് സാത്വികം, തൈജസം അഥവാ രാജസം, താമസം എന്ന 3 പേരിലാണ് ഇതറിയപ്പെടുന്നത്. ആദ്യേന സത്വാത്മന, ആദ്യത്തേതായ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളാണ് ഉണ്ടായത്. ദിശാവാതാർക്ക പാശ്യശ്വിന, ദിക്ക് വായു, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ. അതുപോലെ വന്യീന്ദ്ര അച്യുതമിത്രകാൻ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി. വിധുവിധി ശീരുദ്ര ശാരീരകാൻ, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നീ ദേവതകളെയും സൃഷ്ടിച്ചു. ജ്ഞാനേന്ദ്രിയങ്ങളായ ശ്രോത്രം, ത്വക്ക്, ചക്ഷുസ്, ജിഹ്വ, ഘ്രാണം എന്നിവയുടെ അധിഷ്ഠാന ദേവതകൾ യഥാക്രമം ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വികൾ എന്നിവയാണ്. കർമ്മേന്ദ്രിയങ്ങളായ വാക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇവയ്ക്ക് വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്നിവരാണ് ദേവതകൾ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയുടെ ദേവതകൾ ചന്ദ്രൻ, ചതുർമുഖൻ, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരുമാണ്. ഭൂമൻ മാനസബുദ്ധ്യഹങ്കൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ഛാന്തകരണം വിഭോ തവ ബലാത് സത്വാംശയേവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരവദേ ശബ്ദോ ജനിത്വദ്ബലാത്. ഭഗവാനെ, അങ്ങയുടെ ശക്തിയുടെ പ്രേരണയാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന വൃത്തികളോടുകൂടിയ അന്ധഃകരണത്തെയും സാത്വിക അഹങ്കാരത്തെയും സൃഷ്ടിച്ചു. ഇനി ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണ് പറയുന്നത്. ഇന്ദ്രിയ ദേവന്മാരുടെ സൃഷ്ടി ആദ്യം പറഞ്ഞല്ലോ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബലത്താൽ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു. ഇനി പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയഞ്ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. ആദ്യം ശബ്ദമാണ് ഉണ്ടായത്. ഈ ശബ്ദത്തിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് സ്പർശവും, സ്പർശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് രൂപവും,
രൂപത്തിൽ നിന്ന് തേജസ്സും, തേജസ്സിൽ നിന്ന് രസവും, രസത്തിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഗന്ധവും, ഗന്ധത്തിൽ നിന്ന് ഭൂമിയും അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം തന്മാത്രകൾ. അവസാനമുണ്ടായ ഭൂമിക്ക് ഈ 5 ഗുണങ്ങളുമുണ്ട്. കാരണം ആദ്യത്തെ 4നോടും ഭൂമിക്ക് ബന്ധമുണ്ട്. ആദ്യമുണ്ടായ ആകാശത്തിന് ശബ്ദം മാത്രം ഗുണം, വായുവിന് ശബ്ദസ്പർശ ഗുണങ്ങളുണ്ട്. അഗ്നിക്ക് ഈ ആകാശത്തോടും വായുവിനോടുമുള്ള ചേർച്ച മൂലം ശബ്ദവും സ്പർശവും രൂപവും ഗുണമുണ്ട്. ജലത്തിന് ശബ്ദസ്പർശ രൂപരസ ഗുണങ്ങളാണുള്ളത്. അതായത് വായു, അഗ്നി, ആകാശം ഇവയോടുള്ള ബന്ധം ജലത്തിനുണ്ട്. ഈ വിധത്തിലാണല്ലോ പഞ്ചഭൂതങ്ങളെ താമസാഹങ്കാരത്തിൽ നിന്ന് ഗുരുവായൂരപ്പ അവിടുന്ന് പ്രകാശിപ്പിച്ചത്. കാലം, കർമ്മം, സ്വഭാവം എന്നീ ശക്തികളുടെ പ്രവർത്തനം ഇവയ്ക്കെല്ലാം കാരണമായെന്നും നമ്മൾ മനസ്സിലാക്കണം. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണ ദേവാശ്ച ജാതാ പൃഥങ് നോശേ ഗുർഭുവനാണ്ഡ നിർമ്മിതിവിധോ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുതഗുണസ്തത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം യഥാ. ദേവന്മാർ, ഇന്ദ്രിയ സമൂഹങ്ങൾ, അന്ധക്കരണങ്ങൾ, പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ ഇവയെല്ലാം ഉണ്ടായി. ഇതെല്ലാം അതാതവസ്ഥകളിൽ തുടർന്നു എന്നല്ലാതെ ഇവയ്ക്കൊന്നിനും പരസ്പരം യോജിക്കാനോ അവയുടേതായ കഴിവുകൾ പ്രകാശിപ്പിക്കാനോ ഒന്നും ശക്തി ഉണ്ടായിരുന്നില്ല. ഭുവനാണ്ഡ നിർമ്മിതിക്ക് ശക്തമായില്ല എന്നർത്ഥം. ആ സമയത്ത് ദേവന്മാരാൽ നാനാസൂക്തികളാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി ഈ ഭൂതാദി തത്വങ്ങളിൽ പ്രവേശിച്ച് അവയെയൊക്കെ ചൈതന്യവത്താക്കി. അങ്ങനെ അവയ്ക്ക് ചേഷ്ടിക്കുവാനുള്ള ശക്തിയെ ഉണർത്തി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പിന്നെ ആ അണ്ഡം സൃഷ്ടിച്ച വിധമാണ് പറയുന്നത്. അണ്ഡം ൻ്റെ പ്രവർത്തനമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇതിൽ അണ്ഡം യോജിച്ച് സ്ഥൂല സൂക്ഷ്മഭാവത്തെ ഗ്രഹിച്ച് ഹിരൺമയമായ അണ്ഡത്തെ സൃഷ്ടിച്ചു. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ നിർഭിന്ദന്നകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിവ സമാം ത്രായസ്വ സർവാമയാത്. ആദ്യം തന്നെ സൃഷ്ടിക്കപ്പെട്ട കാരണജലത്തിൽ ആ അണ്ഡം 1000 സംവത്സരം അങ്ങനെ കിടന്നു. പിന്നീട് അവിടുന്ന് അതിനെ വിഭജിച്ച് 14 ഭുവനങ്ങളുള്ളതായ വിരാട്ട് എന്ന പേരുള്ളതാക്കി തീർത്തു. ഇങ്ങനെ വിരാട് പുരുഷോൽപത്തി ഉണ്ടായി. സമസ്ത ജീവികളും ആ വിരാട് പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് കൈകാലുകളും ശിരസ്സുകളുമുള്ളവനായി വിളങ്ങി. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് തുടങ്ങുന്ന പുരുഷസൂക്തം കൊണ്ടാണല്ലോ എല്ലായ്പ്പോഴും ഭഗവാനെ ബ്രഹ്മാദി ദേവന്മാർ സ്തുതിക്കുന്നത്. ഗുരുവായൂരപ്പ, ഈ വിധത്തിലുള്ള അവിടുന്ന് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടെ ഈ ദശകം സമാപിക്കുന്നു. എന്നെ എന്ന് പറഞ്ഞതിൽ സകലരും പെടും. കാരണം ഇവിടെ ഒരു ശ്ലോകം നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ.
നാരായണായ നമഃ. ഇങ്ങനെയാണല്ലോ തുഞ്ചത്തെഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത്. ആ എഴുത്തച്ഛൻ്റെ നിർദ്ദേശം, ഉപദേശം അനുസരിച്ചാണല്ലോ മേൽപ്പത്തൂരിൻ്റെ നാരായണീയ രചന. വിശ്വപീഡാവഹത്തി, ലോകത്തിൻ്റെ മുഴുവൻ പീഡ ഇല്ലാതാക്കാനാണല്ലോ അദ്ദേഹം ഗുരുപവരപുരാധീശനെ ആശ്രയിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി തന്നെ, യാതൊരു സംശയവുമില്ല. ഈ എല്ലാ വാക്കുകളും ഗുരുവായൂരപ്പൻ്റെയും ഗുരുപരമ്പരയുടെയും പാദകമലങ്ങളിൽ പൂജാപുഷ്പങ്ങളാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.